ആദ്യമായി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാൻ എന്നെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് തനീഷ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഫെബ്രുവരി മാസത്തിലാണ്. ഞാൻ ഒരു നേഴ്സ് ബൈ പ്രൊഫഷനാണ്. ഞാൻ പണ്ട് മുതലേ പരിശുദ്ധ അമ്മയോട് നല്ല രീതിയിൽ വിശ്വാസം പുലർത്തിയിരുന്നു. ഞാൻ BSc നഴ്സിംഗ് 3rd ഇയർ പഠിക്കുന്ന സമയത്ത് 2013 എനിക്ക് പൾമണറി ട്യൂബർക്കുലോസിസ് എന്നുള്ളൊരു അസുഖം വരുവാനിടയായി. ആ സമയത്ത് ട്രീറ്റ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കിയെങ്കിലും TB സ്കാർ ലൈഫ് ലോങ് നമ്മുടെ ലങ്സിൽ കാണിക്കും. ഞാനത് ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു, വേദന അനുഭവിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാനിവിടെ കണ്ടിരുന്നു. ഒരുപാട് പേരുടെ ഇതേ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോയവരൊക്കെയും ഇതിൽ നിന്ന് പരിശുദ്ധ അമ്മ വഴി സൗഖ്യം പ്രാപിച്ചത് ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളിലൂടെ കണ്ടിരുന്നു. ഞാൻ 2018 ആദ്യം സൗദിയിലേക്ക് പോകുന്നതിന് വേണ്ടി എല്ലാ എക്സാമും കംപ്ലീറ്റായി, എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കംപ്ലീറ്റായി. ലാസ്റ്റ് ആയിരുന്നു മെഡിക്കൽ. ഞാൻ ഡൽഹിയിൽ മെഡിക്കലിന് വേണ്ടി പോയി. അന്ന് ഞാൻ മെഡിക്കലിൽ എൻ്റെ എക്സ്റേയിൽ സ്കാർ എവിഡൻ്റായി കാണപ്പെട്ടു. ഞാൻ മെഡിക്കലി അൺഫിറ്റായി. അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു. പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. നാട്ടിൽ പിന്നെ വന്ന് ജോലി ചെയ്തു. ആ സമയത്താണ് എൻ്റെ മാരേജ് നടന്നത്. എൻ്റെ ഹസ്ബൻഡ് UAE വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കാൻ പറ്റണേ എന്ന്. അങ്ങനെ പെട്ടെന്നായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിലിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വിസിറ്റ് വിസയിൽ 3 മാസം അവിടെ ആയിരുന്നു. അമ്മയുടെ ഇടപെടലിൽ ഞാൻ ആ സമയത്ത് കൺസീവായി. അങ്ങനെ വിസ എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് പ്രഗ്നൻസിയിൽ അവർ എക്സ്റേ എടുക്കത്തില്ല. അങ്ങനെ എക്സ്റേയിൽ നിന്ന് അമ്മ എന്നെ ഒഴിവാക്കി. അങ്ങനെ എനിക്ക് വിസ കിട്ടി. ഞാൻ 6 വർഷം ഇപ്പോൾ ഹസ്ബൻഡ് വിസയിൽ UAE ജോലി ചെയ്യുകയായിരുന്നു. വിസ റിന്യൂ ചെയ്യുന്ന ടൈമിൽ അവരൊരിക്കലും എക്സ്റേ റിപ്പീറ്റ് ചെയ്യത്തില്ല, ബാക്കി ബ്ലഡ് ടെസ്റ്റ് മാത്രമേ ചെയ്യത്തുള്ളൂ. അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ അതിൽ നിന്ന് രക്ഷിച്ച് ഞാൻ അവിടെ നിൽക്കുവാൻ എന്നെ സഹായിച്ചു. ഞങ്ങൾക്ക് പുറത്ത് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കൂടാതെ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഒരു അണ്ടർ വാട്ടർ ഡൈവിംഗ് സൂപ്പർവൈസർ ആയിരുന്നു. വളരെ ടെൻഷനുള്ള ജോലിയായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു നിർബന്ധപ്രകാരമാണ് പുറത്തേക്ക് പോകുവാൻ ഞാൻ വീണ്ടും ഒരു ശ്രമം നടത്താമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തിട്ടേ ഇനി എന്തിനും ഒരു OET എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഞാൻ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി ഉപ്പും തൈലവും എല്ലാം ഞാൻ എല്ലാ ദിവസവും വിശ്വാസത്തോടെ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ചേർത്തല KVM ഒരു പൾമണോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ ഞാൻ അവിടെ ചെന്ന് എക്സ്റേ എടുത്ത് കാണിച്ചപ്പോഴേ ആദ്യം എന്നോട് ചോദിച്ചത് ഇയാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ എന്നാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇതിലൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് റൈറ്റ് സൈഡിലെങ്കിലായിരുന്നു ട്യൂബർക്കുലോസിസ് ഉണ്ടായിരുന്നത്. ഒന്നുകൂടെ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇതിലൊന്നും കാണുന്നില്ല, അയാൾ എവിടെയും പോയി ഇത് പറയാതിരുന്നാൽ മതി. അങ്ങനെ ഞാൻ വിശ്വസിച്ചു, ഞാൻ മുന്നേറി. പിന്നെ OET എക്സാം, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് ഒട്ടും എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. എങ്കിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ കരുണയാൽ അമ്മ എനിക്ക് OETയും ഒരു ന്യൂസിലാൻഡ് സ്കോർ നൽകി അനുഗ്രഹിച്ചു. ഞാൻ എക്സാം എഴുതാൻ പോയിരുന്ന സമയങ്ങളിലൊക്കെയും അമ്മയുടെ ഉടമ്പടി ഉപ്പ് എൻ്റെ കൂടെ കൊണ്ടുപോയി ഞാൻ ഹോളിലിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് എക്സാമൊക്കെ എഴുതിയത്. അങ്ങനെ നെക്സ്റ്റ് കടമ്പ IQN പാസ്സാകുക എന്നുള്ളതായിരുന്നു. IQN ബാംഗ്ലൂർ വെച്ചായിരുന്നു. അന്ന് ഞാൻ എക്സാം എഴുതി. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒരു പാട്ട് മാത്രമേ കിട്ടിയുള്ളൂ. ഞാൻ ഒരുപാട് വിഷമിച്ചു. എങ്കിലും അടുത്ത 5 ദിവസത്തെ ഗ്യാപ്പിൽ, ഞങ്ങൾ നാട്ടിൽ ലീവിന് വന്നൊരു ടൈമിലായിരുന്നു ഞാൻ എക്സാം എഴുതിയത്. ആ 5 ദിവസത്തെ ഗ്യാപ്പിൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇനി നമുക്ക് ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കാം. ഞാൻ അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ 5 ദിവസം ബാംഗ്ലൂർ തന്നെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഞാൻ അവിടെ നിന്ന് പഠിച്ചു. 5 ദിവസം കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ എക്സാം എഴുതി. ആ എക്സാമിൽ അമ്മ എന്നെ IQN പാസ്സാക്കി. നെക്സ്റ്റ് കടമ്പ OSCE എഴുതുക എന്നുള്ളതായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇതുവരെയും ഒരു ഫ്ലൈറ്റിൽ എവിടെയും പോയിട്ടില്ല. എന്നെ പരിശുദ്ധ അമ്മ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ന്യൂസിലാൻഡിലെത്തിക്കുകയും അവിടെ ഒരു 10 ദിവസത്തെ ക്രാഷ് കോഴ്സ് ഞാൻ കൂടി. അതിനുശേഷം IQN OSCE എക്സാം എഴുതി. അവിടെ എന്നെക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്ന ഒരുപാട് മക്കളുണ്ടായിരുന്നു. എങ്കിലും അവരിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മേനെ തിരഞ്ഞെടുത്തു. അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ കരുണയാൽ ഞാൻ ഒറ്റ അറ്റംപ്റ്റോടു കൂടി തന്നെ OSCE എക്സാമും പാസ്സായി. അത് വളരെ ബുദ്ധിമുട്ടാണ്, എഴുതുന്ന എല്ലാവർക്കും അറിയാം, കിട്ടുവാൻ ഒരുപാട് പാടുള്ളൊരു എക്സാമാണ്. എന്നിട്ടും ഫസ്റ്റ് അറ്റംപ്റ്റോടെ അമ്മ എന്നെ പാസ്സാക്കി. ഞാൻ ഇവിടെയൊക്കെ ആയിരുന്നപ്പോഴൊക്കെയും അമ്മയുടെ ഉപ്പും തൈലവും കാശിരൂപവും എല്ലാം എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയിരുന്നു. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു അമ്മ എനിക്ക് നൽകിയ വലിയ കൃപയാണിതെന്ന്. അങ്ങനെ ഞാൻ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എനിക്ക് ലഭിച്ചു. എങ്കിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ന്യൂസിലാൻഡിൽ ജോബ് ഓപ്പണിങ്സ് ഒന്നുമില്ല.
അങ്ങനെ എനിക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഞാനങ്ങനെ കൺവേർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തു. എങ്കിലും ഞാനിപ്പോൾ UAE സ്കൂൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും റിജക്ഷൻ മെയിലായിരുന്നു വന്നത്. അങ്ങനെ അവസാനം ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. എനിക്ക് ഒരു റെസ്റ്റ് ഹോമിൽ നിന്ന് എനിക്കൊരു RN ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചു. അവിടെ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കുഞ്ഞിനും ഒരുമിച്ച് പോകുവാനായിട്ട് ഞങ്ങൾക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. അതിനുശേഷം പിന്നെയുള്ളൊരു കടമ്പ മെഡിക്കലായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി വരുമ്പോഴേക്കും ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഉറപ്പായും ഈശോയെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പേടി എത്ര തോന്നിയാലും നീ എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മെഡിക്കലിന് വേണ്ടിയിട്ട് ദുബായിൽ ഒരു ക്ലിനിക്കിൽ പോയി. അന്നും ഞാൻ എക്സ്റേ എടുത്ത നിമിഷത്തിലൊക്കെയും എൻ്റെ പരിശുദ്ധ അമ്മയുടെ ഉപ്പ് ഞാൻ ആ എക്സ്റേ മെഷീൻ്റെ അരികിൽ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എക്സ്റേ എടുത്തത്. 5 ദിവസത്തിന് ശേഷം ആ ക്ലിനിക്കിൽ നിന്നും അവർ എനിക്ക് മെയിൽ അയച്ചു, റിപ്പോർട്ടെല്ലാം ആയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ബാക്കി എല്ലാ റിപ്പോർട്ടും ഉണ്ട്. അതിൽ എക്സ്റേയും പിന്നെ ഒരു TB സ്ക്രീനിങ് ടെസ്റ്റും. ആ 2 റിസൾട്ടും ഓസ്ട്രേലിയൻ ഇമിഗ്രേഷനിലോട്ട് അവർ ഡയറക്റ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഞാനൊന്ന് ഭയന്നു. എങ്കിലും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ലീഗൽ അഡ്വൈസറെ ഒന്ന് വിളിച്ച് ചോദിക്കാം, അവർക്ക് ചിലപ്പോൾ റിസൾട്ട് കാണാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഞാനൊന്ന് അവർക്ക് മെയിൽ ചെയ്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അവർക്ക് റിസൾട്ട് കാണാൻ പറ്റില്ല, എങ്കിലും അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഫർദർ റിക്വയർമെൻറ്റ്സ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ റിസൾട്ട് സാറ്റിസ്ഫാക്ടറി ആണ്, നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം എന്നാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് 1 മാസത്തെ റെസിഗ്നേഷൻ ആയിരുന്നു എനിക്കും ഹസ്ബൻഡിനും UAE കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ റെസിഗ്നേഷൻ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നാളിത് എടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു മിനിമം ഒരു 2 to 3 months എടുക്കും ഈ വിസ ആവാൻ. എനിക്ക് ആക്ച്വലി ജൂലൈ 28-നാണ് ജോയിനിങ് ഡേറ്റ് കിട്ടിയിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല, കാരണം റെസിഗ്നേഷൻ കൊടുത്തിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. 1 month റെസിഗ്നേഷനാണ്. ഞാൻ അമ്മയോട് നന്നായി പ്രാർത്ഥിച്ചു, ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ നാട്ടിലെത്തുന്നതിന് മുൻപായിട്ട് എനിക്ക് എൻ്റെ വിസ കയ്യിൽ കിട്ടണേ അമ്മേ, കാരണം ഞാൻ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ മാനേജറുടെ കോളുമായിട്ടാണ്. മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ് തനീഷ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്, കാരണം ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് അവരുടെ കോളിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു വിസ അപ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ വിസ മെയിലെടുത്ത് നോക്കി, എനിക്കും ഹസ്ബൻഡിനും കുഞ്ഞിനും വിസ അവർ അപ്രൂവ് ചെയ്തു തന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ കരുണയാൽ ഞാൻ അടുത്ത മാസം 5-ാം തീയതി ഞാനും കുടുംബവും ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു എന്നെ ഇതുവരെ നടത്തിയ എൻ്റെ അമ്മയും ഈശോയും ഇനി മുന്നോട്ടും എന്നെ നടത്തുമെന്ന്. അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ കരുണയാൽ ഈ ഉടമ്പടിയിലായിരുന്നു ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ UAE തന്നെ എനിക്ക് അങ്ങനെ അധികമൊന്നും ചെയ്യാൻ പറ്റിയില്ല, എങ്കിലും സാമ്പത്തികമായിട്ട് എന്നെ കഴിയുന്ന വിധത്തിലൊക്കെയും ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് ഉടമ്പടി പത്രം വാങ്ങുകയും ഇവിടെയും അതുപോലെ തന്നെ UAE എന്നെ കൊണ്ടാവുന്നവരിലേക്കൊക്കെയും എത്തിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയും അതുപോലെ ധ്യാനവും എല്ലാം കാണുകയും സാക്ഷ്യങ്ങൾ കാണുകയും അത് ഞാൻ മറ്റുള്ളവർക്കായി വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. എനിക്ക് എപ്പോൾ വിഷമം തോന്നിയാലും ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെയും കാണുമ്പോൾ എനിക്കത് വലിയൊരു എനർജി തന്നെയായിരുന്നു തന്നുകൊണ്ടിരുന്നത്. ഒരിക്കൽ കൂടി എന്നെ ഇവിടെ നിൽക്കുവാൻ എന്നെ സഹായിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 സ്തുതിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തനീഷ തങ്കച്ചൻ ചേർത്തല തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തനിക്ക് പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന പൾമിനറി ട്യൂബർക്ലോസിസ് എന്ന അസുഖം, എന്നാൽ അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ യാതൊരുവിധമായ തടസ്സങ്ങൾ തൻ്റെ ജീവിതത്തിലുള്ള മുമ്പോട്ടുള്ള യാത്രയിൽ അത് പരിശുദ്ധ അമ്മ മാറ്റി അനുഗ്രഹിച്ചു എന്നതായിരുന്നു ഇവിടെ അനുഭവസാക്ഷി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക ചെയ്യുന്നത്. കാരണം ഈ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ തൻ്റെ തുടർന്നുള്ള കാര്യങ്ങളിൽ മെഡിക്കൽ അൺഫിറ്റായിട്ട് വരികയും എന്നാൽ അതിനെ തുടർന്നാണെങ്കിലും താൻ കൺസീവ് ആയത് മുതൽ അത് എക്സ്റേ എടുക്കാതെ കണ്ട് മുമ്പോട്ട് പോകുവാനൊക്കെ ആയിട്ട് പരിശ്രമ അനുഗ്രഹത്താലാണ് ഇവർ അനുഗ്രഹിക്കുക ചെയ്തത്. കാരണം തുടർന്നുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിൽ OETയും IQ1ഉം OSCE എക്സാമൊക്കെ പാസ്സാകുവാനൊക്കെ ആയിട്ട്
പരിശ്രമ അനുഗ്രഹത്താലാണ് ഇതെല്ലാമൊക്കെ സാധിക്കിച്ചത്. എന്നാൽ തുടർന്ന് പോകുമ്പോൾ ഈ മെഡിക്കൽ അൺഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു കടമ്പ കൂടെ കടക്കേണ്ടത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. എന്നാൽ തുടർന്നുള്ള പ്രാർത്ഥനയിലാണെങ്കിലും മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തു നിന്നൊക്കെ ആണെങ്കിലും അത് റിസൈൻ ചെയ്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൽ കൂടി നേരെയാക്കി തരണം എന്നുള്ളൊരു ഉറച്ച പ്രാർത്ഥന കൂടി ഉണ്ടായിരുന്നു. കാരണം എല്ലാത്തിനെയും കുറിച്ച് ഇടയ്ക്ക് തനിക്കിങ്ങനെ ടെൻഷൻ വരുന്നത് കൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയോട് പൂർണ്ണമായിട്ടും ആശ്രയിച്ച് പ്രാർത്ഥിക്കുക ചെയ്തത്. എന്നാൽ യാതൊരുവിധമായ തടസ്സങ്ങൾ കൂടാതെ കണ്ട്, മെഡിക്കലിൻ്റെതായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കണ്ട് ഇവർക്ക് ഹോസ്റ്റലിലേക്ക് പോകുവാനുള്ള എല്ലാവിധമായ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ഇവർക്കത് നൽകി അനുഗ്രഹിക്കുക ചെയ്തു. അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ കുടുംബത്തിന് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുക ചെയ്തത്. നമുക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇനി ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും മാറ്റട്ടെ എന്നും അതോടൊപ്പം തന്നെ നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.